ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു വീക്കെൻഡ് ആയതുകൊണ്ടും നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ടും തന്നെ എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് മാസ്റ്റൺ ബേ അല്ലെങ്കിൽ മാസ്റ്റൺ ബീച്ച് എന്ന് പറയുന്ന ഒരു ബീച്ചിലോട്ടാണ്. നോർത്ത് ഈസ്റ്റിൽ ഒരു വെറൈറ്റി ബീച്ച് എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ ഞാനിപ്പോൾ ന്യൂ കാസിൽ സിറ്റി സെൻറ്ററിൽ നിന്ന് ബസ് കയറി ഇവിടുന്ന് ഏകദേശം ഒരു 40 to 50 മിനിറ്റ്സ് എടുക്കും ബസ്സിലിപ്പോൾ അവിടെ എത്താൻ. ഇതിപ്പോൾ ഒരു സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ് കാണാൻ. അത്യാവശ്യം നല്ല പച്ചപ്പും ഹരിതാപവും ഒക്കെ ആയിട്ട് നല്ല കളർഫുള്ളായിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ജസ്റ്റ് മാസ്റ്റൺ എന്ന് പറയുന്ന ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് ബീച്ചിലോട്ട്. അപ്പോൾ ഇത് ആ അറ്റത്താണ് നമ്മുടെ കടൽ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ സൗത്ത് സൈഡുള്ള ഡേർഡിൽ ഡോറും അതുപോലെ തന്നെ സെവൻ സിസ്റ്റേഴ്സ് ഒക്കെ പോലെ അടിപൊളി ബീച്ചാണിത്. നമ്മുടെ നോർത്ത് സൈഡുള്ളവർക്കൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു അടിപൊളി ബീച്ച് കണ്ടു. അപ്പൊ നമ്മൾ അവിടേക്കാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ നമ്മളിപ്പോ മാസ്റ്റൺ ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ബീച്ചിന്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതൊരു ക്ലിഫ് സൈഡുള്ള ബീച്ചാണ്. അപ്പൊ നമുക്ക് ഒത്തിരി സ്റ്റെപ്പുകൾ ഇറങ്ങി വേണം താഴേക്ക് പോകാൻ വേണ്ടി. അപ്പൊ ഞാനിപ്പോ താഴേക്ക് പോവാണ്. ഇവിടെ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി ആക്ച്വലി 2 വഴികളുണ്ട് കേട്ടോ. ബീച്ചിൻ്റെ 2 സൈഡിലായിട്ടാണ് ഈ വഴികളുള്ളത്. നമ്മളപ്പോൾ നോർമലി ഈ ഒരു വഴി കൂടെ ഇറങ്ങാറാണ് ചെയ്യാറ്. എന്നിട്ട് നമ്മൾ നേരെ നടന്നിട്ട് അപ്പുറത്തെ വഴി കൂടെ തിരിച്ചു പോവാണ് ചെയ്യുക. അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം ഈ ഒരു ഏരിയ ഫുൾ അല്ലെങ്കിൽ ഈ ഒരു ബീച്ചിൻ്റെ ഏരിയ മൊത്തം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇത് നോർമലി അത്ര തിരക്കുള്ള ബീച്ചൊന്നും അല്ല കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നാമത്തെ ഒരു വില്ലേജ് ഏരിയയിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നതും വളരെ കുറവാണ്. ഇപ്പോൾ കുറച്ച് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സൗത്ത് ഷീൽഡ്സ് എന്ന് പറഞ്ഞ സിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് അടിപൊളി സാൻഡ് ബീച്ചസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഒത്തിരി വലുതാണ്. അപ്പോൾ ആളുകൾ കൂടുതലും അങ്ങോട്ട് പോകാനാണ് പ്രിഫർ ചെയ്യുക. മാത്രമല്ല അവിടെ എന്ന് വെച്ചാൽ വേറെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഒരു ബീച്ചിനുപരി. ലൈക്ക് അവിടെ പിക്നിക് സ്പോട്ട്സ് ഉണ്ട്, പ്ലഷർ പാർക്സ് ഉണ്ട്, ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. മോറോവർ ട്രാൻസ്പോർട്ടേഷൻ വളരെ ഈസിയാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ബീച്ച് എപ്പോഴും തിരക്കൊക്കെ കുറഞ്ഞ് കുറച്ച് കാമായിട്ടാണ് ഇരിക്കുക. ഇവിടുത്തെ ക്ലിഫ്സ് ആണ് ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്ലിഫിന് ഏകദേശം 30 മീറ്റേഴ്സാണ് ഹൈറ്റ് വരുന്നത്. ഇവിടെ ക്ലിഫിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഒരുപാട് ചെറിയ ഗുഹകളൊക്കെ കാണാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ കണ്ട ഒരു ഗുഹയിലോട്ട് ഇപ്പോൾ ജസ്റ്റ് കയറി നോക്കാം. നമുക്ക് എന്തായാലും നോക്കാം അവിടെ എങ്ങനെയായിരിക്കും എന്നൊക്കെ. ഇത് ഉള്ളിലേക്കൊന്നും അത്രയ്ക്കില്ല. ജസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ ഒരു ചെറിയൊരു ഗുഹയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഉള്ളിലേക്കുള്ളതൊക്കെ ഇവർ കല്ലൊക്കെ വെച്ചിട്ട് ക്ലോസ് ചെയ്തേക്കുക, ആളുകളൊന്നും അധികം പോകാണ്ടിരിക്കാൻ. ചിലപ്പോൾ ഇതൊരു ഡേഞ്ചർ സോണൊക്കെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങോട്ടേക്കുള്ള ആക്സസ് ഒക്കെ അവർ മൊത്തത്തിൽ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ജസ്റ്റ് അതിൽ നിന്ന് ഇപ്പോൾ പുറത്തിറങ്ങുക. ഇവിടെ സ്പ്രിംഗ് സമ്മർ ടൈം ആകുമ്പോൾ ഈ സീ ബേർഡ്സിൻ്റെയും ആനിമൽസിൻ്റെ ഒക്കെ ബ്രീഡിങ് സീസണാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ക്ലിഫ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ അതേ സീ ബേർഡ്സിനെ കാണാൻ പറ്റുന്നത്. ഇവർ മൊത്തത്തിൽ ഇങ്ങനെ കൂട് കൂട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു 1000കണക്കിന് ബേർഡ്സ് ഉണ്ട് ഈ ഒരു ക്ലിഫ് സൈഡ് മൊത്തത്തിൽ. അപ്പോൾ ഈ ബേർഡ്സ് മാത്രമല്ല ആനിമൽസ് ലൈക്ക് നമ്മുടെ സീൽസൊക്കെ ഇല്ല നീരുന്നായ അവരുടെയും ബ്രീഡിങ് സീസണാണ് ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മളിവിടെ പണ്ട് വന്നിട്ടുണ്ട്. ആ ടൈമിലൊക്കെ വിൻ്റർ ആയതുകൊണ്ട് ഇങ്ങനെ ബേർഡ്സ് ഒന്നും ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല. ശരിക്കും ക്ലിഫിൻ്റെ വലിപ്പം മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആരെങ്കിലും അതിൻ്റെ അടുത്ത് പോയിട്ട് നിൽക്കണം കേട്ടോ. ഇപ്പോൾ ഞാനവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ആ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടാവും. 30 മീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ഹൈറ്റ് തന്നെയാണ്.
നമ്മളവിടെ നടന്നപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു. പുള്ളിക്കാരിയാണ് ഗ്ലാസ് സ്റ്റോൺസ് കളക്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ നമ്മൾ സംസാരിച്ച് വന്നപ്പോഴാണ് മനസ്സിലായ ഈ ഗ്ലാസ് സ്റ്റോൺസൊക്കെ അവർ കമ്മൽ, മാല, അങ്ങനെ ഓരോ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. നല്ല ക്ലിയർ ആയിട്ടുള്ള ഷേപ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് സ്റ്റോൺസ് ആണ് കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും കുറച്ച് ഗ്ലാസ് സ്റ്റോൺസ് കളക്ട് ചെയ്ത് പുള്ളിക്കാരിക്ക് കൊടുത്ത്. പിന്നെ നമ്മൾ നേരെ പോയത് ഈ ക്ലിഫ് സൈഡുള്ള ഒരു ഗുഹയിലോട്ടാണ്. ആക്ച്വലി ഈ ഒരു സ്പോട്ട് ഇവിടെ വരുന്ന മിക്ക ആളുകളും മിസ്സാക്കാറുണ്ട്. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കില്ല. ആക്ച്വലി ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫോണൊക്കെ ഒരറ്റത്ത് കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ആർച്ചും അതിൻ്റെ അകത്ത് കൂടി ഇത് കണ്ടോ ആ മാസ്റ്റർ റോക്ക് അതെല്ലാം വരുന്ന രീതിയിൽ നമുക്ക് അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഇവിടുത്തെ വേറൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന കേവ് ബാറാണ് കേട്ടോ. UK-യിൽ ആകെ 2 കേവ് ബാർസേ ഉള്ളൂ. അതിൽ ഒന്നെന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പം ഈ കാണുന്ന റോക്കില്ലേ, കരയിൽ നിന്ന് കുറച്ച് മാറിയിട്ട്, അതാണ് മാസ്റ്റർ റോക്ക്. അത് ഇവിടുത്തെ വൺ ഓഫ് ദ മെയിൻ കഥാപാത്രം തന്നെയാണ് കേട്ടോ. ഈ ഒരു റോക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തേഞ്ഞുകൊണ്ടിരിക്കുക ദിനം പ്രതി. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റഡീസൊക്കെ പറയണത് ഫ്യൂച്ചറിൽ ഈ റോക്ക് ഇല്ലാണ്ടാവുന്ന. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പോവാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാച്ചുറലി ഫോം ചെയ്ത ആർച്ചുകൾ കാണാം. ഇപ്പോൾ ലോ ടൈഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയത്. ഹൈ ടൈഡിൻ്റെ ടൈമാണെങ്കിൽ ഇവിടെ മൊത്തത്തിൽ വെള്ളമായിരിക്കും. നമുക്ക് കരയിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ആക്സസ് കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആയിരിക്കും. നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ ലോ ടൈഡിൻ്റെ ടൈമാണെങ്കിൽ നമുക്ക് സേഫായിട്ട് ഇങ്ങോട്ട് വരാം. നല്ല നൈസായിട്ട് മാർസ്റ്റൺ റോക്കിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് കടക്കുകയാണ്. അപ്പോൾ പുറത്തേക്ക് നമ്മുടെ മെയിൻ ലാൻഡിലേക്ക് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് ഈ കാണുന്നത്. കണ്ടോ, ആ അറ്റത്തുള്ളതാണ് നമ്മുടെ കേവ് ബാർ, അതായത് ദി ഗ്രോട്ടോ. നമുക്ക് ആക്ച്വലി ഈ കേവ് ബാറിൻ്റെ അകത്ത് കയറാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഏകദേശം 4 മണിയായി. അപ്പോൾ അകത്ത് കയറിയപ്പോൾ അവർ പറഞ്ഞത് അവിടെ എന്തൊരു ഫംഗ്ഷൻ നടക്കാൻ പോവുക. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഇന്ന് എൻട്രി ഇല്ല എന്നായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അത്യാവശ്യം ഞാൻ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഈ കേവ് ബാറിൻ്റെ അകത്ത്. കാരണം ക്ലിഫൊക്കെ കുത്തിപ്പൊളിച്ചുണ്ടാക്കിയ കേവ് ബാറാണല്ലോ. അതും ഒത്തിരി വർഷങ്ങളുടെ പഴക്കവും ഉണ്ട് കേവ് ബാറിന്. അങ്ങനെ നമ്മൾ നേരെ തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ചു പോകുന്നത് ഞാൻ പറഞ്ഞ 2ാമത്തെ വഴിയിൽ കൂടെയാണ്. അപ്പോൾ ഇവിടുത്തെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി സ്റ്റീപ്പാണ്. ശരിക്കും ഈ സ്റ്റെപ്സൊക്കെ ഇറങ്ങാനും കയറാനും ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് താഴേക്ക് വരാൻ വേണ്ടി ഉള്ള ലിഫ്റ്റ് ഫെസിലിറ്റി ഈ ഒരു കേവ് ബാറിന് അകത്തുണ്ട്. അപ്പോൾ ഇതിന് വേറൊരു എൻട്രി ഇതിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ നേരെ നമ്മൾ മുകളിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ലിഫ്റ്റ് എടുത്ത് താഴേക്ക് എത്താവുന്നതാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ പെട്ടെന്നെടുത്ത ഒരു ഡിസിഷനായിരുന്നു സൗത്ത് ഷീൽഡ്സ് പോയാലോ എന്ന്. സൗത്ത് ഷീൽഡ്സ് എന്ന് പറയുന്നത് ഇവിടെ അടുത്തുള്ള വേറൊരു സിറ്റിയാണ്. ആ അറ്റത്ത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം. ആ അറ്റത്ത് കാണുന്ന ആ ഒരു ഏരിയ ആണ് സൗത്ത് ഷീൽഡ്സ്. അങ്ങനെ നമ്മൾ സൗത്ത് ഷീൽഡ്സ് എത്തി. അപ്പോൾ അവിടെ നമ്മളൊരു സൗത്ത് മറൈൻ പാർക്കിൽ നേരെ കയറി. അപ്പോൾ അതിനകത്ത് ഒരു ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ പോയ ദിവസം. നല്ല വെതറായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സൗത്ത് ഷീൽഡ്സ് എന്ന് പറയുമ്പോൾ അതൊരു സിറ്റി വൈബാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് ചെയ്യാൻ. കണ്ടു, ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മളെ അട്രാക്റ്റ് ചെയ്തത് ഇതൊന്നല്ല. ഈ കാണുന്ന ഈ ഒരു ചെറിയ സ്റ്റീം ട്രെയിനാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ആദ്യം കണ്ടപ്പോൾ വല്ല ടോയ് ട്രെയിനാണെന്ന് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, ഇതിനകത്ത് ആർക്ക് വേണമെങ്കിലും കയറാം.
അപ്പോൾ 2 പൗണ്ടേ ഉള്ളൂ. ഈ ലേക്കിന് ചുറ്റും അവർ ഒരു ഫുൾ റൈഡ് നമുക്ക് തരും. അപ്പോൾ ഏജ് ലിമിറ്റൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഒന്ന് നോക്കിയില്ല, നമ്മളും ഓരോ ടിക്കറ്റ് എടുത്ത് ഇതിൽ കയറി. ഈ ഒരു റെയിൽവേ ഓപ്പൺ ചെയ്തത് 1972 അതായത് ഇപ്പോൾ ഏകദേശം 52 ഇയേഴ്സായി. അപ്പോൾ ഇത്രയും നാളായിട്ട് ഇത് വർക്കിംഗ് ആണ്. അത്യാവശ്യം നല്ലൊരു കൗതുകമുള്ളൊരു കാര്യമായിരുന്നു ഈ ഒരു കുഞ്ഞു ട്രെയിനിലൂടെ ഇങ്ങനെ കാഴ്ചകൾ കണ്ടിങ്ങനെ പോകാൻ. ഇപ്പോൾ സമയം ഏകദേശം ഇവിടെ ഒരു 5:30 അപ്പോൾ UK ഇപ്പോൾ ഡേ കൂടുതലാണ്. അപ്പോൾ രാത്രി ഒരു 10 മണി വരെ ഇതുപോലെ വെയിൽ കാണും. അപ്പോൾ കണ്ടില്ലേ, ഒരുപാട് ആളുകൾ പിക്നിക്കിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇവിടെ പാർക്കിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു റൈഡൊക്കെ കഴിഞ്ഞ് നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ കാണിച്ച ലേക്കാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്കാണ് കേട്ടോ. ഒരുപാട് താറാവും വേറെ കുറച്ച് ബേർഡ്സൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം, നമുക്ക് അടുത്ത സ്പോട്ട് പിടിക്കാം. അങ്ങനെ നേരെ പുറത്തിറങ്ങിയതേ നമ്മൾ ഈ കാണുന്നത് പ്ലഷർ പാർക്കാണ്. ഈ ബ്ലാക്ക് പൂളിലൊക്കെ ഇല്ലേ, അതേപോലത്തെ സെറ്റപ്പ് തന്നെ. നമ്മുടെ ബീച്ച് സൈഡായിട്ടാണ് ഈ പ്ലഷർ പാർക്ക് ഇരിക്കുന്നത്. ഇത് എല്ലാ വീക്കെൻഡും ഓപ്പൺ ആണ് കേട്ടോ. സമ്മർ ടൈം ആണെങ്കിൽ വീക്ക് ഡേയ്സും ഓപ്പൺ ആണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരുപാട് റൈഡ്സ് ഉണ്ട്, വാട്ടർ റിലേറ്റഡും എല്ലാത്തതുമായിട്ട്. അപ്പോൾ ഏത് പ്രായക്കാർക്ക് വന്നാലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണിത്. നമ്മൾ ഇതിനു മുമ്പും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ചില റൈഡിലൊക്കെ കയറിയിട്ടും ഉണ്ട്. പക്ഷേ ഇന്നെന്തോ നമ്മൾ ഇതിനൊന്നും നിന്നില്ല. കാരണം ഓൾറെഡി ഇതിപ്പോൾ ഈവനിങ് ആയി, പിന്നെ നല്ല ടയേർഡുമാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ബീച്ചിൽ പോയിട്ട് ഒന്ന് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മുടെ ബീച്ച് സൈഡുള്ള പാർക്കാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലോട്ട് പോയാലാണ് നമ്മുടെ ബീച്ചിലെത്താം. അപ്പോൾ നമ്മൾ എന്തായാലും നേരെ ബീച്ചിലോട്ട് നടക്കുവാണ്. അപ്പോൾ ബീച്ചിലോട്ട് പോകുന്ന വഴിയിൽ സൈഡിലായിട്ട് തന്നെ നമുക്കൊരു പ്ലേ ഏരിയ കാണാം. പിന്നെയും കുട്ടികൾക്കായിട്ട് അത്യാവശ്യം നൈസായിട്ടുള്ള ഒരു ഏരിയ ആണ്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ബീച്ച് എത്തിയിരിക്കുകയാണ്. നല്ല വിശാലമായ സാൻഡ് ബീച്ച്, അടിപൊളിയായിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ അത്യാവശ്യം ചെറിയ തിരക്കൊക്കെ ഉണ്ട്. നല്ല തിരക്കെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇപ്പോൾ ഏകദേശം സമയം 6:30 ആയി. അപ്പോൾ ആളുകളൊക്കെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ വെയിലൊക്കെ വരുന്നോണ്ട് നമുക്ക് ടൈം മനസ്സിലാവാത്തതാണ്. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ തിരിക്കുകയാണ്. പെട്ടെന്നുള്ളൊരു ഹറി വറി യാത്രയായി പോയി സൗത്ത് ഷീഡിൽ. അങ്ങനെ തിരിച്ചിപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷനിലോട്ടാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഒരു മറൈൻ പാർക്കിൻ്റെ അകത്ത് കൂടിയല്ലേ നമ്മൾ വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ചു പോകുന്നത് മെയിൻ റോഡിൽ കൂടിയാണ്. അപ്പോൾ ആ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് കേട്ടോ. ഈ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് വരത്തിൻ്റെ മുകളിൽ ഓപ്പൺ ആയിട്ടാണ്. പിന്നെ നമ്മൾ ഈ മെട്രോ സ്റ്റേഷനിലോട്ട് പോണ റൂട്ടില്ലേ, ആ വഴി കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സാണ്. പിന്നെ കുറേ ഫിഷ് ആൻഡ് ചിപ്സിൻ്റെ ഓതൻറ്റിക് ഷോപ്സും കാണാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് മാർസ്റ്റൺ ബീച്ചും അതുപോലെ തന്നെ സൗത്ത് ഷീൽഡ് സിറ്റിയിലെ കുറച്ച് സ്പോട്ടുകളൊക്കെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും കാണാം. ബൈ ബൈ.